ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ SCERT ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കോഴ്സും ഞാൻ ഓരോ വീഡിയോസിലായിട്ട് ഷോർട്സിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ഓരോ കോഴ്സായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ കോഴ്സും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ കോഴ്സ് എല്ലാ ടോപ്പിക്കിലുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കോഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഭരണഘടനയിലുള്ള കോഴ്സാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ കോഴ്സും കൂടി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്കണോമിക്സിൽ ഇനി ഈ 2 ചാപ്റ്ററും കൂടി, ഈ ചാപ്റ്ററും കഴിഞ്ഞിട്ട് വേറൊരു ചാപ്റ്ററും കൂടി ആയാലും നിങ്ങൾ LGSന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കേണ്ട എല്ലാ എക്കണോമിക്സ് ചാപ്റ്ററും കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും ഒന്നുകൂടി 2-3 പ്രാവശ്യം കാണുക. അപ്പോൾ സിമ്പിൾ ചാപ്റ്റേഴ്സാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുള്ള ആ SCERT ഭാഗങ്ങൾ, ആ SCERT ചാപ്റ്റേഴ്സ് മൊത്തമായിട്ട് ഈ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോസിൽ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന ചാപ്റ്റേഴ്സ് വായിക്കാൻ ശ്രമിക്കുക, ആ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞിട്ട് വേറൊരു ചാപ്റ്ററും കൂടിയേ ഉള്ളൂ നിങ്ങൾക്ക് LGSന് എന്തായാലും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 9th സ്റ്റാൻഡേർഡിലെ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം പറയുന്നത് വാർഷിക പദ്ധതിയാണ്. വാർഷിക പദ്ധതി എന്ന് പറഞ്ഞാൽ ആനുവൽ പ്ലാൻ. 1991 ഈ വാർഷിക പദ്ധതി ആവിഷ്കരിച്ചത്. വാർഷിക പദ്ധതി എന്ന് വെച്ചാൽ ആനുവൽ പ്ലാൻ. ഈ വാർഷിക പദ്ധതി 1991 ആവിഷ്കരിച്ചു. അതായത് 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിലാണ് ഈ വാർഷിക പദ്ധതി ആവിഷ്കരിച്ചത്. ഈ വാർഷിക പദ്ധതി ആവിഷ്കരിക്കുന്ന സമയത്ത് ഉള്ള ധനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. പിന്നെ നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ ഈ വാർഷിക പദ്ധതി ആവിഷ്കരിച്ച ആ ഒരു സമയത്ത് തന്നെയാണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. ഈ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നതാണ്. അപ്പോൾ ഈ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് 1991. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് 1991. അപ്പോൾ ആനുവൽ പ്ലാൻ ചോദിച്ചിട്ടുണ്ട് ഏത് ഇയറിലാണ്. അപ്പോൾ അതും 1991 തന്നെയാണ്. അപ്പോൾ ഈ വാർഷിക പദ്ധതി ആനുവൽ പ്ലാൻ എന്ന് പറയുന്നത് 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8നും ഇടയിലാണ്. അപ്പോൾ ധനമന്ത്രി അന്നേരം മൻമോഹൻ സിംഗ് ആയിരുന്നു, നരസിംഹറാവു ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. ഈ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അപ്പോൾ ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ വരുന്നത് PV നരസിംഹറാവു. ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പിതാവ് PV നരസിംഹറാവു. ഭൂമി, മൂലധനം, അസംസ്കൃത വസ്തുക്കൾ മുതലായ ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ 3ആയി തിരിക്കാറുണ്ട്. അതായത് സമ്പദ് വ്യവസ്ഥകളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബേസിൽ ഭൂമി, മൂലധനം, അസംസ്കൃത വസ്തുക്കൾ മുതലായ ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ. ഭൂമി, മൂലധനം, അസംസ്കൃത വസ്തുക്കൾ മുതലായ ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥകളെ 3ആയി തരംതിരിക്കാറുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അതിൽ വരുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ആദ്യം പഠിക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ.
അതായത് ഉൽപ്പാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർ ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ സ്വകാര്യ സ്വത്തവകാശമുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും അവർക്ക് ഇഷ്ടമുള്ള ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. പിന്നെ സ്വകാര്യ സ്വത്തവകാശം ഇതിൻ്റെ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വരുന്നത് ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമായിരിക്കും അവർ കാഴ്ചവെക്കുന്നത്. പിന്നെ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയാണ് ഉണ്ടാവുക. പിന്നെ വില നിയന്ത്രണമില്ലാതെ സ്വതന്ത്രമായ കമ്പോളമായിരിക്കും. ഇത്ര വിലയെ പാടുള്ളൂ അങ്ങനെയുള്ള യാതൊരുവിധ കുറഞ്ഞ വിലക്കോ കൂടിയ വിലക്കോ അങ്ങനെയുള്ള യാതൊരുവിധ നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കില്ല. അപ്പോൾ വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കമ്പോളമാണ് ഉണ്ടാവുക. ഉപഭോക്താക്കളുടെ പരമാധികാരം ഉണ്ടാവും. ഉപഭോക്താക്കൾക്ക് പരമാധികാരം ഉണ്ടാവും. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം ഈ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത പറഞ്ഞത്, ഒന്ന്, സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ സ്വകാര്യ സ്വത്തവകാശമുണ്ട്. പിന്നെ ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമായിരിക്കും. പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയായിരിക്കും. വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കമ്പോളമായിരിക്കും. ഉപഭോക്താക്കളുടെ പരമാധികാരം. ഉൽപ്പന്നങ്ങളുടെ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം. പിന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ സർക്കാർ ഇടപെടലുകൾ വളരെ കുറവാണ്. ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലുമായിരുന്നു രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതല. ഇത്തരം രാഷ്ട്രങ്ങളെ പോലീസ് സ്റ്റേറ്റ് എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഇത്തരം രാഷ്ട്രങ്ങളെയാണ് പോലീസ് സ്റ്റേറ്റ് എന്ന് വിളിച്ചത്. ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്ന് വെച്ചാൽ അവിടെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഈ സർക്കാരുകൾക്ക് യാതൊരുവിധ പങ്കും ഉണ്ടായിരുന്നില്ല. അവരെ ഇടപെടിക്കില്ലായിരുന്നു. പക്ഷേ ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണം ചെറുക്കലുമായിരുന്നു പ്രധാനമായി ഈ ഗവൺമെൻറ്റുകളുടെ ചുമതല. അത്തരം സ്റ്റേറ്റുകളെയാണ് പോലീസ് സ്റ്റേറ്റ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിക്കുന്നത് വില സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിക്കുന്നത് വില സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ വില സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഉൽപ്പാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിയന്ത്രിക്കപ്പെടുന്നതാണ് വില സംവിധാനം. അപ്പം വില സംവിധാനം എന്ന് പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ വേറൊരു പ്രത്യേകതയാണ്. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഏതാണ്ട് ഈ വില സംവിധാനത്തിലൂടെയാണ്. വില സംവിധാനം എന്ന് പറഞ്ഞാൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഉൽപ്പാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിയന്ത്രിക്കപ്പെടുന്നതാണ് വില സംവിധാനം. പിന്നെ വരുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഉൽപ്പാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ് ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, സ്വകാര്യ സംരംഭകരുടെ അഭാവം, സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം, സാമ്പത്തിക സമത്വം. ഒന്നുകൂടെ പറയാം: ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, സ്വകാര്യ സംരംഭകരുടെ അഭാവം, സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം, സാമ്പത്തിക സമത്വം. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സോഷ്യലിസത്തിൽ പരിഹരിക്കപ്പെടുന്നത് ആസൂത്രണത്തിലൂടെയാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ വില സംവിധാനത്തിന്
പ്രാധാന്യമില്ല. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഈ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്, ബാക്കിയുള്ള പ്രശ്നങ്ങളല്ല. സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനത്തിലൂടെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ. എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലോ ഈ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടുന്നത് ആസൂത്രണത്തിലൂടെയാണ്. ഇവിടെ വില സംവിധാനത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. അത് ഓർമ്മിക്കേണ്ട കാര്യമാണ്. വില സംവിധാനം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആസൂത്രണത്തിലൂടെയാണ്. പിന്നെ വരുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇന്ത്യയിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇത് PYQ ആണ്. ഇന്ത്യയിലുള്ളത് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ്? പൊതുമേഖലയും സ്വകാര്യ മേഖലയും രണ്ടും കൂടി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു. ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു. ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. അപ്പോൾ നമ്മൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും മിശ്ര സമ്പദ് വ്യവസ്ഥയും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ മുതലാളിത്ത രാജ്യങ്ങൾ സമ്പദ് വ്യവസ്ഥ പാലിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം. ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA-യും UK-യും യുണൈറ്റഡ് കിങ്ഡം. പിന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങൾ ക്യൂബ ആൻഡ് ചൈന. അപ്പം മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ വരുന്നത് ഇന്ത്യ. മുതലാളിത്ത രാജ്യങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ക്യൂബ, ചൈന. മിശ്ര സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ. അപ്പം മുതലാളിത്ത രാജ്യങ്ങൾ ഇപ്പോൾ എന്താണ്? സർക്കാർ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ മുതലാളിത്ത രാജ്യങ്ങളധികം സർക്കാർ നിയന്ത്രണത്തിലാണ്. ഈ സോഷ്യലിസ്റ്റ് രാജ്യത്ത് ഇപ്പോൾ സ്വകാര്യ സ്വത്തവകാശവും സ്വതന്ത്ര കമ്പോളവും അനുവദിച്ചിട്ടുണ്ട്. ഇനി വരുന്നത് മാറുന്ന സാമ്പത്തിക നയം. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം വന്നത് 1991-ലാണ്. അപ്പോൾ ഈ സാമ്പത്തിക നയം മാറിയതുകൂടി പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. അപ്പോൾ 1991 ആരംഭിച്ച നയം മാറ്റത്തിൻ്റെ കാതൽ, അതായത് മാറുന്ന ഈ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയാണ്. അപ്പം പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ വരുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നതാണ്. അപ്പോൾ ആദ്യം പറയുന്നത് ഉദാരവൽക്കരണം. ആദ്യം നമ്മൾ പഠിച്ചത് സമ്പദ് വ്യവസ്ഥയുടെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യം വരുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇനി വരുന്നത് ഈ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് പറയുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അപ്പോൾ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാരവൽക്കരണ നടപടികൾക്ക് 1985-ലാണ് തുടക്കം കുറിച്ചത്. അപ്പോൾ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഏർപ്പെടുത്തുന്ന നിയന്ത്രണം, അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യാനോ ആവിഷ്കരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഉദാരവൽക്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചത് 1985-ലാണ്. അപ്പോൾ ഇതിൻ്റെ ഉദാരവൽക്കരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ
വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. ഈ ഉദാരവൽക്കരണം കൊണ്ട് ഉണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത്. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു. വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. പിന്നെ വരുന്നത് അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചു. ഇത്രയുമാണ് ഉദാരവൽക്കരണം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ. ഏതൊക്കെയാണ്? വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു. വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചു. ഈ ഉദാരവൽക്കരണം ഈ സമയത്ത് തന്നെ ഈ ഉദാരവൽക്കരണം ഈ പുത്തൻ സാമ്പത്തിക നയം ആവിഷ്കരിച്ച എന്തുകൊണ്ടാണ് ഈ പുത്തൻ സാമ്പത്തിക നയം ആവിഷ്കരിച്ചതിന് കാരണം എന്ന് വെച്ചാൽ ഒന്ന് വിദേശ നാണയ പ്രതിസന്ധിയാണ്. അപ്പോൾ വിദേശ നാണയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര വാണിജ്യത്തിന് ഉപയോഗിക്കാനായി ഓരോ രാജ്യത്തിനും വിദേശ നാണയത്തിൻ്റെ കരുതൽ ശേഖരം ഉണ്ടാവാറുണ്ട്. അമേരിക്കൻ ഡോളർ, യൂറോ, പൗണ്ട് മുതലായ നാണയങ്ങളാണ് പ്രധാനമായും ഉണ്ടാവുക. സാധാരണയായി 10-12 ആഴ്ചത്തെ വിദേശ വ്യാപാരത്തിനു വേണ്ട വിദേശ നാണയം കരുതൽ ശേഖരത്തിൽ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ 1991 കഷ്ടിച്ച് 2 ആഴ്ചത്തെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിദേശ നാണയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര വാണിജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അമേരിക്കൻ ഡോളർ, യൂറോ, പൗണ്ട് മുതലായ നാണയങ്ങളുടെ ഒരു കരുതൽ ശേഖരം ഉണ്ടാവും. 2 ആഴ്ചത്തേക്കുള്ള വേണ്ടിയിട്ടുള്ള വ്യാപാരത്തിനുള്ള ഒരു കരുതൽ ശേഖരം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷേ 1991 എന്ത് സംഭവിച്ചു? 1991 ഇങ്ങനൊരു മാറ്റി വെക്കാനുള്ള ആ ഒരു കരുതൽ ശേഖരത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, മാറ്റി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1991 കഷ്ടിച്ച് 2 ആഴ്ചത്തെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കരുതൽ ശേഖരത്തിൽ. അപ്പോൾ ആ സമയത്ത് ഈ പ്രതിസന്ധി മറികടക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളാണ് കൂടുതൽ വിദേശ വായ്പ സ്വീകരിക്കുക, വിദേശ മൂലധനം ആകർഷിക്കുക, വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നീ മാർഗങ്ങൾ. അപ്പോൾ ഈ ഒരു മാർഗങ്ങളിലൂടെയാണ് ഈ വിദേശ നാണയ പ്രതിസന്ധി സർക്കാർ മറികടന്നത്. അപ്പോൾ ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെ? കൂടുതൽ വിദേശ വായ്പ സ്വീകരിക്കുക, വിദേശ മൂലധനം ആകർഷിക്കുക, വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുക. അപ്പോൾ ഇത്രയാണ് വിദേശ നാണയ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പുത്തൻ സാമ്പത്തിക നയം ആവിഷ്കരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വിദേശ നാണയ പ്രതിസന്ധി. പിന്നെ നമ്മൾ ഈ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമായ സ്വകാര്യവൽക്കരണം ഡിസ്കസ് ചെയ്യാം. 1991 ശേഷം നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നിവ സ്വകാര്യവൽക്കരിച്ച സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങൾ പലതും നമ്മൾ സ്വകാര്യവൽക്കരിച്ചു. അതിൽ എക്സാമ്പിളാണ് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നിവ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. സർക്കാരിന് മാത്രം പങ്കാളിത്തമുണ്ടായിരുന്ന പല മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. അതായത്
പല ഈ റോഡ്, വൈദ്യുതി, നമ്മൾ ബ്രിഡ്ജൊക്കെ പാലമൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അത് നമ്മൾ കരാറിനൊക്കെ കൊടുക്കാറുണ്ട് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. സർക്കാരിന് മാത്രം പങ്കാളിത്തമുണ്ടായിരുന്ന പല മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. റോഡ്, വൈദ്യുതി, വാർത്താവിനിമയം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലൊക്കെ ഇന്ന് സ്വകാര്യ മേഖല സജീവമാണ്. ഇനി വരുന്നത് BOT, PPP എന്നീ 2 രീതികളിൽ സ്വകാര്യ മേഖലകളുടെ പ്രവർത്തനങ്ങൾ കാണാവുന്നതാണ്. BOTയും PPTയും. അതിൽ BOT എന്ന് പറഞ്ഞാൽ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. PPT എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. BOT എന്ന് പറഞ്ഞാൽ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നു. അപ്പോൾ റോഡ്, പാലം നമ്മൾ ആദ്യം സ്വകാര്യ സ്ഥാപനങ്ങൾ അവർ നിർമ്മിക്കും, പിന്നെ അത് മുതൽ മുടക്ക് അവരിങ്ങനെ ടോൾ പിരിവിലൂടെ അവർ തിരിച്ചു പിടിച്ചിട്ട് പിന്നെ അത് സർക്കാരിന് കൈമാറുകയാണ് ചെയ്യുന്നത്. PPT എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുന്നു. PPT എന്ന് പറഞ്ഞാൽ 2 സർക്കാരും സ്വകാര്യ സംരംഭകരും ഒരുമിച്ച് ആരംഭിച്ചിട്ട് പിന്നെ ലാഭം മുതൽ മുടക്കിനനുസരിച്ചിട്ട് വീതിക്കുന്ന പരിപാടിയാണ് PPT. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഇതിന് ഉദാഹരണമാണ്. സിയാൽ ഈ ഒരു PPTക്ക് ഉദാഹരണം. അടുത്തത് വരുന്നത് നമ്മൾ ആദ്യം ഉദാരവൽക്കരണം പറഞ്ഞു, പിന്നെ സ്വകാര്യവൽക്കരണം പറഞ്ഞു, പിന്നെ വരുന്നത് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണം എന്നറിയപ്പെടുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണം എന്നറിയപ്പെടുന്നത്. ഇനി വരുന്നത് വിദേശ മൂലധന നിക്ഷേപം. ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതാണ് വിദേശ മൂലധന നിക്ഷേപം. ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതാണ് വിദേശ മൂലധന നിക്ഷേപം. ഇനി വരുന്നത് നവ ഉദാരവൽക്കരണം. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നു. അതായത് നവ ഉദാരവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ നവ ഉദാരവൽക്കരണം എന്ന് വിളിക്കുന്നു. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളായ അന്താരാഷ്ട്ര നാണയനിധി, IMF, ലോകബാങ്ക് എന്നിവ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളാണ് അന്താരാഷ്ട്ര നാണയനിധി, IMF, പിന്നെ ലോകബാങ്ക്. അതിൽ തന്നെ ലോക വ്യാപാര സംഘടന എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ജനീവ. പിന്നെ വരുന്നത് 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി ലോക വ്യാപാര സംഘടന നിലവിൽ വന്നതോടെ ആ ശ്രമങ്ങൾ ശക്തിപ്പെട്ടു. ഈ സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ.
2015 ഏപ്രിലിലെ കണക്കനുസരിച്ച് 161 രാജ്യങ്ങൾ ലോകവ്യാപാര സംഘടനയിൽ അംഗങ്ങളാണ്. ഇപ്പോൾ 164 രാജ്യങ്ങളുണ്ട്. അപ്പോൾ 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതായത് ലോകവ്യാപാര സംഘടന രൂപം കൊണ്ടത്. ഈ സംഘടനയുടെ ഇത് നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യ അതിൽ ഒരംഗമായിരുന്നു. അപ്പോൾ സ്ഥാപക രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇപ്പോൾ 2015 ഏപ്രിലെ കണക്കനുസരിച്ച് 161 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 164 അംഗങ്ങളുണ്ട്. അപ്പോൾ 164ാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ, 163ാമത്തെ അംഗമാണ് ലൈബീരിയ. അപ്പോൾ ഇന്ത്യ WTO ലോകവ്യാപാര സംഘടനയിൽ അംഗമായത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഏതാ പറയുക? 1995 ജനുവരി 1. ലോകവ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഈ സംഘടനയിലൂടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക, സബ്സിഡികൾ കുറയ്ക്കുക, പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക, സേവന രംഗങ്ങളായ മാധ്യമങ്ങൾ, ടെലികോം, ബാങ്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലും വിദേശ നിക്ഷേപം അനുവദിക്കുക, ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്കും നൽകുക. ഏതൊക്കെയാണ് WTO രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ പ്രധാന നിർദ്ദേശങ്ങൾ? ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക, സബ്സിഡികൾ കുറയ്ക്കുക, പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക, സേവന രംഗങ്ങളായ മാധ്യമങ്ങൾ, ടെലികോം, ബാങ്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലും വിദേശ നിക്ഷേപം അനുവദിക്കുക. പിന്നെ വരുന്നത് ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്കും നൽകുക. ഇത്രയാണ് ലോകവ്യാപാര സംഘടനയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി പറയുന്നത് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും. അപ്പോൾ ലോകബാങ്കിൻ്റെയും അന്താരാഷ്ട്ര IMFൻ്റെയും ആസ്ഥാനം എന്ന് പറയുന്നത് വാഷിങ്ടൺ ആണ്. അപ്പോൾ അത് മാറിപ്പോലെ അത് PYQ ആണ്. WTO ലോക വ്യാപാര സംഘടനയുടെ വരുമ്പോൾ ജനീവ വരും. അപ്പോൾ ലോകബാങ്കും IMFൻ്റെയും ചോദിച്ചാൽ അത് വാഷിങ്ടൺ ആണ് അതിൻ്റെ ആസ്ഥാനം വരുന്നത്. ഇപ്പോൾ ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും. 1944 ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിൻ്റെ പ്രകാരമാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത്. വാഷിങ്ടൺ ആണ് ഇവയുടെ ആസ്ഥാനം. സാമ്പത്തിക പ്രതിസന്ധിയുള്ള രാജ്യങ്ങൾ സഹായത്തിനായി പലപ്പോഴും ഈ സ്ഥാപനങ്ങളെ സമീപിക്കുന്നു. വായ്പ ലഭിക്കുന്നതിനായി അവർ നിർദ്ദേശിക്കുന്ന ഉപാധികൾ രാജ്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്നു. ഇത്തരം ഉപാധികൾ എല്ലാം തന്നെ ആഗോളവൽക്കരണത്തെ ശക്തിപ്പെടുത്തുന്നവയാണ്. അപ്പോൾ 1944 അമേരിക്കയിൽ ബ്രെട്ടൺ വുഡ്സ് എന്ന സ്ഥലത്ത് നടന്ന ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ ഒരു ലോകബാങ്കും IMFും രൂപം കൊണ്ടത്. വാഷിങ്ടണിലാണ് ആസ്ഥാനം. സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഈ ദരിദ്ര രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുള്ള ബാക്കി രാജ്യങ്ങളും സഹായത്തിനായിട്ട് ഈ ഒരു സ്ഥാപനങ്ങളെയാണ് വായ്പയ്ക്കായിട്ട് ആശ്രയിക്കുന്നത്. ഇത്തരം ഉപാധികൾ എല്ലാം തന്നെ ആഗോളവൽക്കരണത്തെ ശക്തിപ്പെടുത്തുന്നവയാണ്. ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാർ ആരൊക്കെയാണ്? ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിൽ പങ്കെടുത്തത് RK ഷൺമുഖം ഷെട്ടി, BK മദൻ, CD ദേശ്മുഖ്. ആരൊക്കെയാണ്? RK ഷൺമുഖം ഷെട്ടി, BK മദൻ, CD ദേശ്മുഖ് എന്നിവരാണ് ബ്രെട്ടൺ വുഡ്സ് 1944 നടന്ന ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാർ. പിന്നെ ഈ ലോകബാങ്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദമാണ് ദ തേർഡ് വിൻഡോ. ദ തേർഡ് വിൻഡോ എന്ന പദം ബാങ്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ലോകബാങ്കിൽ ആണ് ഏറ്റവും വലിയ ബാങ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറഞ്ഞാൽ ലോകബാങ്ക്, വേൾഡ് ബാങ്ക്. അപ്പോൾ ഈ ലോകബാങ്കിൽ നിന്ന് ആദ്യം വായ്പ എടുത്തത് ആരാണ്? ആദ്യം കടമെടുത്തത് ഫ്രാൻസാണ്. ഏത് രാജ്യമാണ് ആദ്യം കടമെടുത്തത്? ഫ്രാൻസ്.
ഇനി വരുന്നത് പാറ്റൻ്റ് എന്നൊരു പദമാണ് പഠിക്കാനുള്ളത്. പാറ്റൻ്റ് നമ്മളെല്ലാവരും കേൾക്കുന്ന വാക്കാണ് പാറ്റൻ്റ്. പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപ്പാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് പേറ്റൻറ്റ്. അപ്പോൾ പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപ്പാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് പാറ്റൻ്റ്. ഇനി വരുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾ. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ. പിന്നെ കമ്പോളവൽക്കരണം. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ് അല്ലെങ്കിൽ കമ്പോളത്തിലേ ലഭ്യമാകൂ എന്ന പ്രവണതയാണ് കമ്പോളവൽക്കരണം എന്ന് പറയുന്നത്. അതായത് എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ് അല്ലെങ്കിൽ കമ്പോളത്തിലേ ലഭ്യമാകൂ എന്ന പ്രവണതയാണ് കമ്പോളവൽക്കരണം. ഇനി വരുന്നത് പുതിയ സാമ്പത്തിക നയം. പുത്തൻ സാമ്പത്തിക നയത്തിന് അനുകൂലമായ വാദങ്ങളും പ്രതികൂലമായ വാദങ്ങളുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രസ്താവന ചോദ്യമായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് മനസ്സിലാക്കി വെക്കാം. അനുകൂലമായ വാദങ്ങൾ. പുതിയ സാമ്പത്തിക നയത്തിന് അനുകൂലമായ വാദങ്ങൾ. ഒന്നാമത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാകുന്നു. മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയുന്നു. മത്സരം വർദ്ധിക്കുന്നത് വില കുറയാൻ കാരണമാകുന്നു. കയറ്റുമതി വർദ്ധിക്കുന്നു. കമ്പനികൾക്ക് വിദേശ വിപണികളിൽ പ്രവേശിക്കാൻ കഴിയുന്നു. കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ദേശീയ വരുമാനം വർദ്ധിക്കുന്നു. പിന്നെ പ്രതികൂലവാദങ്ങളിൽ വരുന്നത് സാമ്പത്തിക അസമത്വം, പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം, ഇറക്കുമതി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് കുറയുന്നു. തൊഴിൽ സുരക്ഷിതത്വം കുറയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് ഭാവിയിൽ സർക്കാർ വരുമാനം കുറയാൻ സഹായിക്കുന്നു. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ചാപ്റ്ററാണ്, മനസ്സിലാക്കി പഠിക്കുക. പുത്തൻ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ചും പിന്നെ ഉള്ള പാറ്റൻറ്റ്, പിന്നെ WTO, ലോകബാങ്ക്, BOT, PPT ഇങ്ങനെയുള്ള കുറച്ച് പദങ്ങളാണ് പിന്നെ പഠിക്കാനുള്ളത്. പിന്നെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ അനുകൂലമായ വാദങ്ങളും പ്രതികൂലമായ വാദങ്ങളും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഉള്ളതെന്ന് വെച്ചാൽ പൊതുചെലവും പൊതുവരുമാനവും എന്നുള്ള ഒരു ചാപ്റ്ററും പിന്നെ ഒരു ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. അപ്പോൾ 2 ചാപ്റ്ററുണ്ട് ഇനി പഠിക്കാൻ. പൊതുചെലവും പൊതുവരുമാനവും പിന്നെ വരുന്നത് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ. 2 ചെറിയ ചാപ്റ്ററാണ്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ LGSന് വേണ്ട എക്കണോമിക്സ് ചാപ്റ്ററുകൾ കഴിയുന്നതായിരിക്കും. പിന്നെ നമുക്ക് ബാക്കി ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ അത് ഈ എക്കണോമിക്സിൽ വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ വരുന്നത് ഇതിൽ വരുന്നത് അടുത്ത വേറെ സബ്ജക്റ്റിലുള്ള ക്ലാസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ സബ്ജക്റ്റ് കഴിയുന്നതിന് നിങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക, വീഡിയോസ് കണ്ടുകൊണ്ടേയിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോക്കായി പൊതുചെലവും പൊതുവരുമാനമാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SCRT ചാപ്റ്റർ. അപ്പോൾ കാത്തിരിക്കുക. താങ്ക് യു.